മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന അഭിവന്യ പൗലൂസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിൻ്റെ വേർപാട് തീരാത്ത നഷ്ടമാണ്. 1993 ഓഗസ്റ്റ് മാസം 16-ാം തീയതി അദ്ദേഹം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പൊതുസമ്മതിയോടുകൂടി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അദ്ദേഹത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ ഒരു വാർത്താപ്രാധാന്യം ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ബദനി സന്യാസി പരിശീലനത്തിലൂടെ വൈദിക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. കൽക്കട്ടയിൽ ബിഷപ്സ് കോളേജിൽ അദ്ദേഹം വേദശാസ്ത്ര പഠനം നടത്തി. തുടർന്ന് ഉപരിപഠനാർത്ഥം ഇംഗ്ലണ്ടിലും അദ്ദേഹം വേദശാസ്ത്ര പഠനവും പരിശീലനവും നേടിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയായിട്ട് കാണുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഏറെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് വളരെ സ്നേഹപൂർവ്വം ഇടപെടുവാനും എല്ലാവരോടും സൗഹൃദം പുലർത്തി സ്നേഹം പുലർത്തി അദ്ദേഹത്തിന് യുവതലമുറയെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ ഏറെ സ്വാധീനിക്കുവാനായി സാധിച്ചിട്ടുണ്ട്. ഒരു നിഷ്കളങ്ക സ്വഭാവം അദ്ദേഹത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തുടർന്ന് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. 19 വർഷക്കാലം അദ്ദേഹം ആ ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു എന്ന് പറയാതിരുന്നുകൂടാ. വൈദിക സമൂഹത്തെ ഒറ്റക്കെട്ടായി താൻ നയിക്കുകയും എല്ലാ ഇടവകകളോടും നന്നായി ഇടപെടാനും സഭയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ ഭദ്രാസനത്തെ വളർത്തിയെടുക്കുവാനും ആവോളം അദ്ദേഹം ശ്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ആ ഭദ്രാസനത്തിന് അനുയോജ്യമായ ഒരു ആസ്ഥാനം അദ്ദേഹം പണിതുയർത്തി. ഈ 19 വർഷക്കാലം എനിക്ക് തോന്നുന്നില്ല ആരോടെങ്കിലും അദ്ദേഹത്തിന് പിണങ്ങേണ്ടി വന്നു എന്നുള്ളത്. വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ ഒരു സ്നേഹിതൻ്റെ ഭാവം പുലർത്തിക്കൊണ്ട് എല്ലാവരോടും ഇടപെടുകയും എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ സ്വഭാവ വൈശിഷ്ട്യം അദ്ദേഹത്തിൽ കാണാമായിരുന്നു. മേൽപ്പെട്ട സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറെ പ്രശംസനീയമായിരുന്നു. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത അഭിവന്യ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനി ബോംബെ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആ വന്യപിതാവ് നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു. മലങ്കര സഭയ്ക്ക് അത് ഏറെ ഒരു നഷ്ടം തന്നെയായിട്ട് ഞാൻ കാണുന്നു. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി തൻ്റെ 2ാമത്തെ വരവ് വരെ കർത്താവ് ആ പിതാവിനെ ആശ്വസിപ്പിക്കുകയും കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്യാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘു വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.